Hi dears, is it audible? Am I audible? Am I clear? Anyone please comment? Am I audible? Okay, thank you. So good evening dears, welcome back to my channel. So this video is for ICSE English Literature students. Today we are going to discuss section D of our question paper, that is poetry. ഇന്നലെ നമ്മൾ ജൂലിയസ് സീസർ ഡിസ്കസ് ചെയ്തു. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ, നമ്മൾ എല്ലാം കവർ ചെയ്തു പോയി. നിങ്ങൾ അത് കേട്ടില്ലാത്തവർ ഒന്നുകൂടെ ഒന്ന് പോയി കേൾക്കണം, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. എല്ലാ ആക്ടിൻ്റെ സമ്മറി പറഞ്ഞു തരുന്നുണ്ട്, വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പോയട്രിയിലോട്ട് പോവാം വിത്തൗട്ട് വേസ്റ്റിംഗ് അവർ ടൈം. അപ്പോൾ ഞാൻ സ്ലൈഡ്സ് കാണിക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ ഓക്കെ താങ്ക് യു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയട്രി, സെക്ഷൻ ഡി പോയട്രി ആണ്. നമ്മൾ എക്സ്പെക്റ്റഡ് ചാപ്റ്റേഴ്സ് എല്ലാം ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് മെയിനായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് പോയട്രിയും ഷോർട്ട് സ്റ്റോറിക്കകത്തുനിന്നും വരുന്നു. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി ഞാൻ നാളെ എടുത്തു തരാം, ഇതിലും നേരത്തെ എടുത്തു തരാം കേട്ടോ. രാവിലത്തെ ഒരു സെഷൻ ഞാൻ എടുത്തു തരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തു തരാം ഷോർട്ട് സ്റ്റോറീസ്. പിന്നെ ഒരു കാര്യം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്സും കോമെൻറ്റും ഒക്കെയാണ് എനിക്കൊരു മോട്ടിവേഷൻ. നിങ്ങളുടെ അത് കാണുമ്പം നിങ്ങളെ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്താലോ എന്നെനിക്കൊരു തോട്ട് വരും. അപ്പം പ്ലീസ് ഡൂ ലൈക്ക് ആൻഡ് കോമെൻറ്റ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൗ ടു അപ്രോച്ച് ആൻഡ് പ്രസൻറ്റ് ആൻസേഴ്സ് എഫക്റ്റീവ്ലി, കീ പോയിൻറ്റ്സ്, കീ വേർഡ്സ്. ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട്. പിന്നെ അനാലിസിസ് ഓഫ് PYQ. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഇതാണ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സ് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ്, അതായത് MCQ ആണെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം വൃത്തിക്ക് വായിച്ചിട്ട് ആ 15 മിനിറ്റ്സ് നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ടെൻഷനൊന്നും വേണ്ട, ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ 15 മിനിറ്റ്സ് തൊട്ട് നമ്മുടെ ടൈം എല്ലാം പോകും. അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആ ടൈമിൽ നിങ്ങളുടെ മാർക്ക് ഇരിക്കുന്നത്. സോ അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. MCQ എല്ലാം വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2 ഓപ്ഷൻ വീതമുണ്ട്, ഏത് ഓപ്ഷൻ വേണം. അതായത് ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ എടുത്ത്, ഒരു എക്സ്ട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 എണ്ണം എനിക്കറിയാൻ പറ്റുന്നത് ഏത്, പോയിന്റുകൾ കിട്ടുന്നത് ഏത്, അത് മനസ്സിലാക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ആ 15 മിനിറ്റ്സിൽ ചെയ്യേണ്ടത്. ആ 15 മിനിറ്റ്സ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ നമ്മുടെ കീ വേർഡ്സ്, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കീ വേർഡ്സ് കിട്ടുന്നത്, എനിക്ക് കൂടുതൽ കീ വേർഡ്സ്, പോയിന്റുകൾ ഞാൻ ഇന്നലെയും പറഞ്ഞു, നിങ്ങൾ എന്തോരം എഴുതുന്നു എന്നതിലല്ല, നിങ്ങൾക്ക് എന്തോരം പോയിൻറ്റ്സ് ഉണ്ട്, അതാണ് നമ്മുടെ മെയിൻ കേട്ടോ. നമ്മുടെ ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുമ്പോൾ, പേപ്പേഴ്സ് വാല്യൂ ചെയ്യുമ്പം എന്തോരം എഴുതി എന്ന് നോക്കില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തോരം പോയിൻ്റ് ഉണ്ട്, 3 പോയിൻറ്റ്സ് 4 പോയിൻറ്റ്സ് ഉണ്ടോ എന്നേ അവർ വാല്യൂ ചെയ്യത്തുള്ളൂ. പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് MCQന് നമുക്ക് എന്തായാലും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഒരു ഓർഡർ നമ്മൾ കറക്റ്റായിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലും കാണും. ഇതെന്തായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണും. വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ചെയ്യണം. നമ്മൾ ഇന്നത്തേൻ്റെ അകത്ത് നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റെലവൻറ്റ് ലൈൻസ്, അതുപോലെ തന്നെ കോട്ട് ചെയ്ത് എഴുതുമ്പം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ കോട്ട് ചെയ്ത് എഴുതണം എന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മൾ പോയട്രി ഒക്കെ എഴുതുമ്പോൾ ആ പോയത്തിലെ ലൈന് കോട്ട് ചെയ്ത് എഴുതാം നമുക്ക്, പക്ഷേ നിങ്ങൾ ഡബിൾ കോട്ട്സ് ഇടണം എന്നുള്ളൊരു കാര്യം മാത്രം ഓർത്താൽ മതിയേ.
നെക്സ്റ്റിൽ തീംസ് ഫോക്കസ് ചെയ്യണം. ഞാൻ എല്ലാ പോയത്തിൻ്റെയും തീംസ് ഇതിൽ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അതൊന്ന് നോക്കിപ്പോണം. PPT ഞാൻ ലാസ്റ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അത് ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സബ് പോയിൻറ്സും മെയിൻ പോയിൻറ്സും എല്ലാം കിട്ടും. നിങ്ങൾക്ക് 3 മാർക്കിനും 4 മാർക്കിനും എല്ലാം എഴുതാനുള്ള പോയിൻ്റ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ സ്ട്രക്ചർ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു 1 സെൻറ്റൻസിൽ നമ്മളൊരു ഇൻട്രോ കൊടുക്കണം. പിന്നെ മെയിൻ പോയിൻറ്റ്സ് 3 മാർക്കാണെങ്കിൽ 3 പോയിൻറ്റ്സ് പോയിൻ്റായിട്ടല്ല എഴുതേണ്ട, പാരഗ്രാഫായിട്ട് എഴുതണം. അത് ഇലാബറേറ്റും ചെയ്യണം. മനസ്സിലായല്ലോ? ഓരോ പോയിൻറ്റ്സും നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് വേണം എഴുതാൻ, അല്ലാതെ പോയിൻ്റ് മാത്രം എഴുതി പോവരുത് കേട്ടോ. നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പം പാരഗ്രാഫാക്കി എഴുതണം. പോയിൻ്റ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, പോയിൻറ്റ്സ് ഇലാബറേറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ നമുക്ക് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്താൽ മതി. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ തപ്പി പെറുക്കി ആ സമയത്തോ വൊക്കാബുലറി ഒക്കെ തപ്പി ഓർത്തൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ബട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മുടെ പോയിൻറ്റ്സ് ആണ്. ഓക്കെ. പിന്നെ നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ സെയിം തന്നെയാണ്. 5 പോയംസും സമ്മറി അറിഞ്ഞിരിക്കണം. ഒന്നും നോക്കാതെ ഒന്നും അറിയാതെ പോകരുത്. കാരണം MCQ നമുക്കുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചിരിക്കണം. ഓക്കെ. ടെക്സ്റ്റ് നമ്മൾ എന്തോരം മനസ്സിലാക്കുന്നു അത്രയും നമ്മൾ മാർക്കിൻ്റെ അടുത്തോട്ട് നമ്മൾ ചെല്ലുവാണേ. ഇനി ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് തീംസ്. ഞാൻ പറഞ്ഞല്ലോ, പോയട്രി ഇന്നലെ നമ്മൾ ജൂലിയസ് സീസറിൻ്റെ തീംസ് ഓരോ ആക്ടിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നായിരുന്നു. ഇന്നലത്തെ സെഷനിലുണ്ടായിരുന്നു. ഇന്ന് നമ്മളതുപോലെ തീംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നാളെ ഷോർട്ട് സ്റ്റോറിക്കകത്തേയും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കീ പോയിൻറ്റ്സ്, കീ ടേംസ് എല്ലാം കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഷോർട്ട് സ്റ്റോറിക്കകത്താണ് ക്യാരക്ടറൈസേഷൻ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കണം അല്ലേ. നമുക്ക് നാളെ നിങ്ങളൊരു നൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ റിവിഷൻ എല്ലാം കഴിയുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 3 മാർക്കിന് 4 മാർക്കിന് റാൻഡമായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ. ഈ ഒരു പാറ്റേണിലൊന്ന് എഴുതി നോക്കണം. അല്ലാതെ ആ സമയത്ത് നിങ്ങൾ എഴുതി നോക്കുമ്പോൾ അയ്യോ ഇത്രയും മതിയോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് നേരമില്ല കേട്ടോ. പിന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആ സമയത്തല്ല ഇത് സിമിലിയാണോ മെറ്റഫറാണോ ആ കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ എക്സ്പെക്റ്റഡ് ചാപ്റ്റേഴ്സാണ്. ഞാൻ ഇന്നലെ കൊടുത്തതുപോലെ തന്നെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഹോണ്ടഡ് യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ സ്പെസിമെൻ്റെ അകത്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഹോണ്ടഡ് ഹൗസസും വെൻ ഗ്രേറ്റ് ട്രീസ് ഫോൾസ് കണ്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഞാനിത് ഗ്രീൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഹോണ്ടഡ് ഹൗസസും സ്പെസിമെൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുള്ളത് അത് നിങ്ങൾ റെഫർ ചെയ്താൽ ഹോണ്ടഡ് ഹൗസസിലെ മായ ആഞ്ചലോയുടെ വെൻ ഗ്രേറ്റ് ട്രീസിൻ്റെയും ക്വസ്റ്റ്യൻസ് കാണാം. അതെങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ പോകുന്നത്, അതെങ്ങനെ എഴുതണമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഇയർ വന്നതായതുകൊണ്ട് പ്രോബബിലിറ്റി കുറവാണ്. ദ ഗ്ലവ് ആൻഡ് ദ ലയൻസും ദ കൺസിഡറബിൾ സ്പെക്കും പ്രോബബിലിറ്റി കുറവാണ്. ചോദിക്കാൻ ചാൻസേ ഇല്ല. 100% എന്നല്ല, പ്രോബബിലിറ്റി കുറവാണ്. ലാസ്റ്റ് ഇയർ ചോദിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത്രയും നാളത്തെ ICSEയുടെയും ISCയുടെയും പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ചത് ഈ വർഷം ചോദിക്കില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഗ്ലവ് ആൻഡ് ദ ലയണും കൺസിഡറബിൾ സ്പെക്കുമാണ് ലാസ്റ്റ് ഇയർ ചോദിച്ചത്. അപ്പം നമുക്ക് വരാൻ സാധ്യതയുള്ളത്, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും, അതായത് ഞാൻ ഈ പവർ ഓഫ് മ്യൂസിക്കിനും ഗ്ലവ് ആൻഡ് ദ ലൈനും ഞാനൊരു അണ്ടർലൈൻ ഇട്ടേക്കുന്ന കണ്ടോ. ഈ അണ്ടർലൈൻ സിഗ്നിഫൈ ചെയ്യുന്നത് ഇമ്പ്രൂവ്മെൻറ്റ്, ലാസ്റ്റ് ഇയറിലെ ഇമ്പ്രൂവ്മെൻറ്റിന് വന്നതാണ് ഗ്ലവ് ആൻഡ് ദ ലൈനിലെ ദ പവർ ഓഫ് മ്യൂസിക്കിലെ. അപ്പോൾ ഇത്തവണ നമുക്ക് വരാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷം ചോദിക്കാത്ത 2 എണ്ണം ഗ്ലവ് ആൻഡ് ദ ലൈനും കൺസിഡറബിൾ സ്പെക്കും ഒഴിച്ചാൽ ഹോണ്ടഡ് ഹൗസസ് വെൻ ഗ്രേറ്റ് ട്രീസ് ഫോളും ദ പവർ ഓഫ് മ്യൂസിക്കും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം അതിൽ വെൻ ഗ്രേറ്റ് ട്രീസ് ആണ് ഇതുവരെ ഒന്നിലും ചോദിക്കാത്തത്. സോ അത് പവർ ഓഫ് മ്യൂസിക്കും ഇമ്പ്രൂവ്മെൻറ്റിനെ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി, അതായത് ഇത് രണ്ടും പ്രോബിലിറ്റി കുറവാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ പോംസ് ആയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ മെയിനായിട്ട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഫസ്റ്റ് നമ്മൾ ഹോണ്ടഡ് ഹൗസസ് ഡിസ്കസ് ചെയ്യാം. ഹോണ്ടഡ് ഹൗസസിൽ നമുക്ക് മെയിനായിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. നിങ്ങളുടെ ഒരു റിവിഷൻ പോലെ കണ്ടാൽ മതി. അതിൽ എന്തൊക്കെ മെയിൻ കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ഹോണ്ടഡ് ഹൗസസിലെ ബിഗിൻസ് വിത്ത് എല്ലാ പോയത്തിൻ്റെയും സ്റ്റോറിയുടെയും ഒരു കാര്യം ഓർത്തോണേ. അത് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റിനെ, ബിഗിനിങ്ങും എൻഡും.
ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഒരു നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവർ എൻഡിങ് ബിഗിനിങ് ഒക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദ സ്പീക്കർ ബിഗിൻസ് വിത്ത് എ സിമ്പിൾ ബട്ട് സർപ്രൈസിങ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എല്ലാത്തിൻ്റെ അകത്തേ നോക്കണേ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ദാറ്റ് ഓൾ ഹൗസസ് ഇൻ വിച്ച് മെൻ ആർ ലീവ്ഡ് ആൻഡ് ഐ ആർ ഹോണ്ടഡ് അല്ലേ. കാര്യങ്ങൾ അതിൻ്റെ റീസണും എല്ലാം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്, ഇംപ്രഷൻസ് ഓൺ ദ എയർ ദാറ്റ് ക്യാൻ നോട്ട് ബി ഫെൽറ്റ് അല്ലേ. ആ കാര്യങ്ങളെല്ലാം നോക്കി പോകണം. പിന്നെ എവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാം അല്ലേ. എനിവെയർ ഇൻ ദ ഹൗസ്, എ ഡോർവേ, ഓൺ ദ സ്റ്റെയർ, അലോങ് ദ പാസേജ്. ഈ പോയിന്റുകളെല്ലാം ഓർത്ത് വെച്ചേക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, 4 മാർക്കിനൊക്കെ വരുവാണെങ്കിൽ ഡോർവേ, ഓൺ ദ സ്റ്റെയർ, അലോങ് ദ പാസേജ്. പിന്നെ ഹാംലെസ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് അറ്റ് ദ ഡൈനിങ് ടേബിൾ അലോങ് വിത്ത് ദ ഇൻവൈറ്റഡ് ഗസ്റ്റ്. ഇവിടെയൊക്കെ നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന, അയ്യോ 3 എണ്ണവേ ഉള്ളല്ലോ നോർത്തിരിക്കല്ലേ. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് തപ്പിയെടുക്കുന്നത് പോയത്തിൻ്റെ അകത്തുനിന്ന്. മനസ്സിലായോ? 3 മാർക്കിനല്ല 4 മാർക്കിനാണ് ഇത് എവിടെയൊക്കെ കാണുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ പോയിന്റ് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രസൻസ്, സൈലൻസ് ആസ് ദ പിക്ചർ ഓൺ ദ വോൾ. പിന്നെ ദ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ്, ഓ ടു ദ ഹൗസ് ക്യാൻ നെയ്തർ സീ നോർ ഹിയർ ദം. പിന്നെ ഗോസ്റ്റ് റൈസ് ഫ്രം ദ ഗ്രേവ്സ് ടു ക്ലെയിം ദ ഓണർഷിപ്പ്. ഈ പോയിന്റ് ഒക്കെ ഓർത്തിരിക്കണേ. പിന്നെ നെക്സ്റ്റ് ദെയർ വേൾഡ് എങ്ങനത്തെയാണ്, വേൾഡ് ഇസ് ക്വയറ്റ് ഡെലിക്കേറ്റ് ലൈക്ക് അറ്റ്മോസ്ഫിയർ. ആ കാര്യങ്ങളെല്ലാം ഓർക്കുക. പിന്നെ മെൻ്റൽ ഡിസ്റ്റർബൻസ് എങ്ങനെയാണ് അക്കോർഡിംഗ് ടു സ്പീക്കർ. പിന്നെ ബ്രിഡ്ജ് ഓഫ് ലൈറ്റ്, ഈ കാര്യവും ഓർത്തിരിക്കണം. പിന്നെ സ്പീക്കർ സേസ് ദാറ്റ് ദർ ഈസ് എ ബ്രിഡ്ജ് ഓഫ് ലൈറ്റ്, അതെന്ത് സിഗ്നിഫൈ ചെയ്യുന്നു, ആ കാര്യങ്ങളെല്ലാം ഓർക്കുക, എഴുതുക. ഇനി നമ്മൾക്ക് മെയിനായിട്ട് ഇതിൻ്റെ തീംസ് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഇലാബറേറ്റഡ് ആയിട്ടും എഴുതിയിട്ടുണ്ട് തീംസ്. നേച്ചർ ഓഫ് മെമ്മറി ആൻഡ് പാസേജ് ഓഫ് ടൈം. ഈ പോയിന്റ് ഇലാബറേറ്റ് ചെയ്യണം, അല്ലാതെ പോയിന്റ് മാത്രമല്ല നിങ്ങൾ എഴുതേണ്ട കേട്ടോ. പിന്നെ ട്രാൻസിയൻ നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഇന്നവിറ്റബിൾ മാർച്ച് ഓഫ് ടൈം. പിന്നെ ഇന്നവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, പവർ ഓഫ് പ്ലേസ്, നേച്ചർ ഓഫ് ഗോസ്റ്റ്, ഹ്യൂമൻ നേച്ചർ ആൻഡ് ഇറ്റ്സ് ഡ്യുവാലിറ്റി. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കണം. അത് നിങ്ങൾ ലാസ്റ്റ് അടുത്ത വീഡിയോസ് കണ്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ് ഇലാബറേറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയറ്റിക് ഡിവൈസ് ആണ്. ഈ പോയത്തിൻ്റെ അകത്തെ മെയിനായിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്, അതിൻ്റെ ലൈൻസൊക്കെ നമ്മളിന്ന് പറഞ്ഞു പോകും. ഓക്കെ, ഫസ്റ്റ് വൺ സിമിലി. സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ ആണ് ഇവിടെ. അതായത് 2 ഡിഫറെൻറ്റ് തിങ്സിൻ്റെ കമ്പാരിസൺ ആണ്. എന്ത് വേർഡ്സ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ആസ്, ലൈക്ക്. ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. ഇവിടെ ലവും റോസും തമ്മിലാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ലവ് എങ്ങനെയാണെന്ന് ലൈക്ക് എ റെഡ് റോസ് പോലെയാണ്. സോ അത് എന്ത് വെച്ചിട്ടാണ്? ലൈക്ക് ആസ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് നമ്മുടെ പോയത്തിൻ്റെ അകത്തെ എക്സാമ്പിൾസാണ്. ആസ് സൈലൻറ്റ് ആസ് ദ പിക്ചേഴ്സ് ഓൺ ദ വോൾ. ഫാൻറ്റത്തിൻ്റെ കാര്യം പറയാം. അവരെങ്ങനെയാണ്? ആസ് സൈലൻറ്റ് ആസ് ദ പിക്ചേഴ്സ് ഓൺ ദ വോൾ. ആസ് ചേർത്തു. ഫ്ലോട്ട്സ് ലൈക്ക് ആൻ അറ്റ്മോസ്ഫിയർ. അതിൻ്റെ മൂവ്മെൻറ്റ് ഫാൻറ്റത്തിൻ്റെ ലൈക്ക് വന്ന് കണ്ടോ. അപ്പം സിമിലി എന്താണ്? നമ്മൾ 2 ഡിഫറെൻറ്റ് തിങ്സിനെ കമ്പയർ ചെയ്യുവാണ് യൂസിങ് ദ വേർഡ്സ് ആസ് ഓർ ലൈക്ക്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മെറ്റഫർ എന്താണ്? വീണ്ടും ഈ കമ്പാരിസൺ തന്നെയാണ്. എന്താണ്? 2 തിങ്സിൻ്റെ കമ്പാരിസൺ തന്നെയാണ്. എക്സാമ്പിൾ, മൈ ലവ് ഈസ് റെഡ് റോസ്. എൻ്റെ ലവ് റെഡ് റോസ് അങ്ങനെ പറയും. അതാണ് അങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? മെറ്റഫറാണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പെർസോണിഫിക്കേഷനാണ്. പെർസോണിഫിക്കേഷൻ്റെ എന്താണ്? അട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ആർ അട്രിബ്യൂട്ടഡ് ടു ബോത്ത് ഇന്നാനിമേറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്. ഈ ഡാൻസിങ് ടേബിൾ അല്ലേ, ടേബിൾ ഡാൻസ് ചെയ്യോ ഇല്ല, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ക്വാളിറ്റീസ് എല്ലാം നമ്മൾ ഇന്നാനിമേറ്റ് ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ഐഡിയാസിന് കൊടുക്കുവാണ്. ഓക്കെ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് എല്ലാ എക്സാമ്പിൾസും ഈ പോയത്തിൻ്റെ അകത്ത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രം ഗ്രേവ്സ് ഫോർഗറ്റൻ. ഗ്രേവ്സിന് ഫോർഗറ്റൻ ചെയ്യാൻ പറ്റുമോ? അതാണോ ഇവിടെ? അതുകൊണ്ടാണ് ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ വന്നത് അല്ലേ. അട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റി അല്ലേ. ഫോർഗറ്റൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അത് ഗ്രേവ്സിന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്യുമോ? സിമിലി, മെറ്റഫറും പെർസോണിഫിക്കേഷനും ക്ലിയർ ആണോ? എനിബഡി പ്ലീസ് കോമെൻറ്റ്.
ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് ആണ് അലിട്രേഷൻ. അലിട്രേഷൻ റെപ്പറ്റീഷൻ ഓഫ് കൺസണൻറ്റ് സൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ സോന സംഗ് എ സോങ്, സ് സൗണ്ട് റിപ്പീറ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്ക് ഹോണ്ടഡ് ഹൗസസ്, ഹ് സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അടുത്തടുത്തുള്ള വേർഡ്സിൽ ഒരു ലൈനിൽ ഇങ്ങനെ വരുന്നത് എ സെൻസ് ഓഫ് സംതിങ് മൂവിങ് ടു ആൻഡ് ഫ്രോ. ഓക്കെ, സെൻസ്, സ് ഇൻ സെൻസ് ആൻഡ് സ് ഇൻ സംതിങ്. ഫ്രം ഗ്രേവ്സ് ഫോർഗെറ്റൻ, ഗ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. സോറി ഫ് സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. ഫോർഗെറ്റിലെ ഫയും ഫ്രമിലെ ഫ്. ഓക്കെ, അതുപോലെ അവർ ലൈഫ്സ് ലീവ്സ്, ല് സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അതാണ്. അതായത് റെപ്പറ്റീഷൻ ഓഫ് കൺസണൻറ്റ് സൗണ്ട്സിൻ്റെ റെപ്പറ്റീഷനാണ് അലിട്രേഷൻ. ഓക്കെ ആണല്ലോ. ഈ ചാപ്റ്ററിൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് വരുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇതിൽ മെയിനായിട്ട് നമുക്ക് സിമിലി, മെറ്റഫർ, പെസോണിഫിക്കേഷൻ, അലിട്രേഷൻ ഇത്രയും നോക്കി പോവുക. ബാക്കി ലൈൻസിൽ ഉണ്ടോ നിങ്ങൾ പോയും ഒന്നുകൂടെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് പോയം പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഓരോ ലൈൻസും നോക്കി പോകണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത പോം ഗ്ലവ് ആൻഡ് ദ ലയൻസ്. ഗ്ലവ് ആൻഡ് ദ ലയൻസിൻ്റെ അകത്ത് നമുക്ക് ഗ്ലവ് ആൻഡ് ദ ലയൻസ് ആണ് ലാസ്റ്റ് ഇയർ ചോദിച്ചത്. അപ്പം അതും കൺസിഡറബിൾ സ്പെക്കും. അപ്പം അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. എനിക്ക് MCQ ഉള്ളത് കൊണ്ടാണ് അതും ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു പോകാം. പിന്നെ ഇതും ബിഗിൻസ് വിത്ത്, അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞ വർഷം വന്നതാണെങ്കിലും ഞാൻ പറയല്ല 100% നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ബിഗിനിങ്ങും എൻഡും എല്ലാം ഒന്ന് തീംസും ഒക്കെ നോക്കി പോകണം, വരത്തില്ല. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. പിന്നെ ബിഗിൻസ് വിത്ത് സ്പീക്കർ ഡിസ്ക്രൈബിങ് ദ റോയൽ സ്പോട്ട്. ആ റോയൽ സ്പോട്ട് എന്താണെന്ന് ചോദിച്ചാൽ അറിയാലോ, ഫൈറ്റ് ബിറ്റ്വീൻ 2 ലൈൻസ്. പിന്നെ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ്, കിങ് ഫ്രാൻസിസ്, ഹിസ് കൗണ്ടിയേഴ്സ്, കൗണ്ട് എ ലോർജ്, ഹിസ് ബിലവഡ്, ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ എങ്ങനത്തെ കിങ്ങിൻ്റെ ക്വാളിറ്റി എന്താണ്, ഹാർട്ടി കിങ് ആണ്, ഗുഡ് ഹാർട്ടഡ് കിങ്, കൈൻഡ് ആൻഡ് ജസ്റ്റ് റൂളർ ആണ് ഈ കിങ് ഫ്രാൻസിസ്. ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. നമ്മുടെ മറ്റേ നൺ ഓഫ് ദ എബവ് വെച്ചിട്ട് വല്ലതും ഇത് MCQ വല്ലതും വന്നാൽ ഓർത്ത് വെച്ചേക്കണേ. പിന്നെ ലയൻസ് ആർ എൻഗേജ്ഡ്, അവരുടെ ഫൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കണം. പിന്നെ കൗണ്ട് എ ലോർജ്, ബിലവഡിൻ്റെ കാര്യം, ആ കാര്യങ്ങൾ, ബ്രേവ് ആസ് ബ്രേവ് ക്യാൻ ബി, ആ കാര്യമൊക്കെ ഓർത്ത് വയ്ക്കുക. നൺ ഓഫ് ദ എബവ് അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഓർക്കണേ. പിന്നെ എന്താണ് ചെയ്തത്, ഷീ ഡ്രോപ്സ് ഹർ ഗ്ലവ് ആൻഡ് സ്മൈൽ, ആ പുള്ളിക്കാരിയുടെ ആക്ട്, എന്ത് ആക്റ്റാണ് അവിടെ ചെയ്തത്, ആ കാര്യങ്ങളെല്ലാം ഓർക്കുക. ഇത് ജസ്റ്റ് എല്ലാ പോയിൻറ്റ്സും വായിച്ച് പോകണം കേട്ടോ. പിന്നെ കിങ് ഫ്രാൻസിസ് സർപ്രൈസ്ഡ്, അട്ടേഴ്സ് എന്താണ് അട്ടർ ചെയ്തത്, റൈറ്റ്ലി ഡൺ, അതൊക്കെ ഓർത്ത് വെക്കണേ. പിന്നെ നമ്മൾ തീംസിലോട്ട് പോവുകയാണെങ്കിൽ ട്രൂ ലവ് ആൻഡ് വാനിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിനും 3 മാർക്കിനൊക്കെയാണ് വരാറ്. ഇനിയും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ MCQന് ഇതിൻ്റെ അകത്തെ തീം അല്ലാത്തത് അങ്ങനെ വല്ലതും ചോദിച്ചാൽ ഈ തീംസ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് ഔട്ടായി ഒന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ട്രൂ ലവ് ആൻഡ് വാനിറ്റി, റിസ്ക് ആൻഡ് കറേജ്, ലവ് ആൻഡ് ഡിവോഷൻ, ഷിവൽറി ആൻഡ് ഓണർ, ഫിക്കിൾനെസ് ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ പോയറ്റിക് ഡിവൈസസിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് വൺ അലിട്രേഷൻ. അലിട്രേഷൻ എന്താണ്, റെപ്പറ്റീഷൻ ഓഫ് കൺസണൻറ്റ് സൗണ്ട്സ്. എക്സാമ്പിൾ സോന സംഗ് എ സോങ്, സ് സൗണ്ട് ആ ലൈനിൽ റിപ്പീറ്റഡ് ആണ്. ഇവിടെ കണ്ടോ, റാംഡ് ആൻഡ് റോഡ് ദ ലയൻസ്. ഓക്കെ, സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഗേവ് ബ്ലോ ലൈക്ക് ബീം, ബ് സൗണ്ട് എവിടെയൊക്കെ ബ്ലോ, അതുപോലെ തന്നെ ബീമിൽ വരുന്നുണ്ട്. പിന്നെ കണ്ടോ, സീം ദ സെയിം, അങ്ങനെ എല്ലാ ലൈൻസും നിങ്ങൾ നോക്കി പോകണം. ഞാനിവിടെ ഏത് സൗണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കൺഫ്യൂഷനൊന്നും വേണ്ട, എല്ലാ ലൈൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടതാണ് ഫിഗർ ഔട്ട് ചെയ്തേക്കുന്നത്. ഇനി അസൊണൻസ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തില്ല, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. അസൊണൻസ് എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് വൊവൽ സൗണ്ട്സ് ആണ്. ലവ്ഡ് എ റോയൽ സ്പോട്ട്, ഓ സൗണ്ടാണ്, ലൗഡ് ഓ, റോയൽ ഓ, സ്പോട്ട് ഓ, ഓ സൗണ്ട് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കണ്ടോ. അത് ബിഗിനിങ്ങിൽ വരണം എന്ന് ഒന്നുമില്ല കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കണേ. ലവ്ഡ് എ റോയൽ സ്പോട്ട്.
നെക്സ്റ്റ് എക്സാമ്പിളിൻ്റെ അകത്തും ഓ സൗണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്താണ് സിമിലി. സിമിലി നമ്മൾ കണ്ടാണ് എന്താണ്, കമ്പാരിസൺ ആണ്. ടു അൺലൈക്ക് തിങ്സ് ബൈ യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ്. എക്സാമ്പിളാണ് ഗേവ് ബ്ലോസ് ലൈക്ക് ബീംസ്, ബ്രേവ് ആസ് ബ്രേവ് ക്യാൻ ബി. ഇനി നെക്സ്റ്റ് പാരഡോക്സ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ഫ്രേസ് ദാറ്റ് സീംസ് സെൽഫ് കോൺട്രഡിക്റ്ററി ഓർ അബ്സേർഡ് ആയിട്ട് നമുക്ക് തോന്നും. ഒരു കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നും, അബ്സേർഡ് ആയിട്ട് തോന്നും, പക്ഷേ റിയാലിറ്റിയിൽ അത് ഒരു പോസിബിൾ ട്രൂത്ത് തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വിത്ത് ഹൊറീഡ് ലാഫിങ് ജോസ്. അത് കേൾക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അബ്സേർഡ്, എന്തോ ഒരു വിവരമില്ലാത്ത എന്നുള്ള ഒരു സാധനം പോലെ നമുക്ക് തോന്നും, ഒരു അബ്സേർഡായിട്ട് തോന്നും, വിത്ത് ഹൊറീഡ് ലാഫിങ് ജോസ്. പക്ഷേ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ച് കഴിയുമ്പോൾ ലയൺസിൻ്റെ ജോസ് കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ലേ, ഒരു ലാഫിങ്, അത് ലാഫ് ചെയ്യുവാന്ന് നമുക്കൊരു നമ്മൾ ചിന്തിക്കും. അതുകൊണ്ടാണ് പോസിബിൾ ട്രൂത്താണ് അത് കാണിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഒരു ഇറ്റ് സീംസ് ലൈക്ക് സെൽഫ് കോൺട്രഡിക്റ്ററി അബ്സേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് പാരഡോക്സ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ഇതിൽ മാർക്ക് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, ഇമേജറി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇമേജറി വരുന്നുണ്ട്. നിങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുമോ? ഞാൻ ഇതിൽ സ്ലൈഡിൽ മിസ്സായിപ്പോയി, എനിക്ക് ചേർക്കാൻ പറ്റില്ല. പറയട്ടെ, ഞാൻ മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഇമേജറീസ് ഏതൊക്കെയാണ്? വിഷ്വൽ ഇമേജറി ഉണ്ട്, ഓഡിറ്ററി ഇമേജറിയും ഉണ്ട്. ഓക്കെ, വിഷ്വൽ ഇമേജറി ഇതിൻ്റെ അകത്ത് വരുന്നത്, അതായത് ആ ലയൻസ് തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇമേജറി, അതായത് നമ്മളൊരു പോയം വായിക്കുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് വിഷ്വൽ ഇമേജറി. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിങ്ങനെ കേൾക്കാൻ പറ്റും. ഓക്കെ, സോ ദേ ബെറ്റ്, ദേ ഗ്ലെയർഡ്, ഗേവ് ബ്ലോസ് ലൈക്ക് ബീംസ്. അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? വിഷ്വൽ ഇമേജറിയുടെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഓഡിറ്ററി ഇമേജറിയുടെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് റാംഡ് ആൻഡ് റോൾ ദ ലയൻസ്, സ്റ്റിഫിൾഡ് റോർ, തണ്ടറസ് സ്മൂത്ത്. ഈ ലൈൻസ് എല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? ഓഡിറ്ററി ഇമേജറിയുടെ. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, പ്ലീസ് നോട്ട് ദിസ്. ഓക്കെ, ഓഡിറ്ററി ഇമേജറിയും വിഷ്വൽ ഇമേജറി ഈ പോയത്തിൻ്റെ അകത്തുണ്ട്, ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പോകണം അത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇച്ചിരി MCQ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതെല്ലാം ഓർക്കണേ. ഈ കാര്യങ്ങൾ, ഇമേജറിയുടെ കാര്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അനലൈസ് ചെയ്യാൻ ആ ക്വസ്റ്റ്യൻ. ഇനിയും നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ, നമ്മൾ ഈ പാരഡോക്സും സിമിലി അനസൊണൻസും എല്ലാം ഡിസ്കസ് ചെയ്തു. നമ്മളിനി നെക്സ്റ്റ് ചാപ്റ്റർ ആയ വെൻ ഗ്രേറ്റ് ട്രീസ് ഫോൾ, ഇതാണ് നമ്മൾ പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തെ മെയിൻ പോയിൻറ്റ്സ് കണ്ടുപോകാം. ദിസ് പോം ഓപ്പൺസ് വിത്ത്, അപ്പോൾ എല്ലാ പോയും ഷോർട്ട് സ്റ്റോറി എല്ലാം പഠിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കണമെന്ന് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു, വീണ്ടും പറയുകയാണ്. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ പഠിക്കുമ്പോൾ. ദ മെറ്റഫർ ഓഫ് ദ ട്രീ ദാറ്റ് ഫോൾസ്, അല്ലേ, മെറ്റഫർ ആണ് ഇവിടെ മെയിനായിട്ട്, അതിൻ്റെ ടൈറ്റിലും എല്ലാം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏത് ഫിഗർ ഓഫ് സ്പീച്ചാന്ന് ചോദിച്ചാൽ മെറ്റഫർ. ഓർക്കണേ, ദ ട്രീ സിംബലൈസസ്, എന്താ സിംബലൈസ് ചെയ്യുന്നത്? ദ ലോസ് ഓഫ് എ ഗ്രേറ്റ് പേഴ്സൺ. ഓർക്കണേ, ട്രീ MCQനും എല്ലാം കയറി വന്നാൽ എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ലോസ് ഓഫ് എ ഗ്രേറ്റ് പേഴ്സൺ. വെൻ എ ഗ്രേറ്റ് ട്രീ ഫാൾസ് ഇറ്റ് ഈസ് ഫെൽറ്റ് ഫോർ മൈൽസ് എറൗണ്ട്. ഈ പോയിന്റുകളെല്ലാം ഓർക്കണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീവേഡ്സ് എല്ലാം പഠിച്ചു വെക്കണം, ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് സെയിം വേ എങ്ങനെയാണ് ഇത് റോക്സ് ഓൺ ദ ഡിസ്റ്റൻറ്റ് ഹിൽസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ ഈ റോക്സ് ഓൺ ഡിസ്റ്റൻറ്റ് ഹിൽ ഷഡർ ഒക്കെ എഴുതുമ്പം നിങ്ങൾ ഇങ്ങനെ ഡബിൾ കോട്ട്സിൽ ഇടുവാണെങ്കിൽ, ഇതുപോലെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് പോയത്തിൽ നിന്ന് ലൈൻ നിങ്ങൾ കോട്ട് ചെയ്ത് എഴുതൊരു ഫീൽ കിട്ടും. മനസ്സിലായോ? ഹങ്കർ ഡൗൺ, ദ ലൈൻസ് വിച്ച് ഹങ്കർ ഡൗൺ, ഡബിൾ കോട്ട്സ് ഇടണം ഇവിടെ. അപ്പോൾ എന്താണ്, നിങ്ങൾ പോയത്തിന് കോട്ട് ചെയ്ത പോലെ ആയി. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. അതുപോലെ നമ്മുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടെ റിച്ച് ആക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, then the speaker's use of nature and animal imagery helps to create the image of after effect of death and allows us to connect with the feeling of loss and despair. ഈ speakers use of എന്താണ്, nature and
ആനിമൽ ഇമേജറി അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. പിന്നെ ദ സ്പീക്കർ സേസ് ദാറ്റ് നോട്ട് ഓൺലി ഹ്യൂജ് ആനിമൽസ്, സ്മോളർ ക്രീച്ചേഴ്സിനെയും അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? റീകോയിൽ ഇൻ ടു ടോട്ടൽ സൈലൻസ്. ഈ പോയിന്റുകളെല്ലാം ഓർക്കണം കേട്ടോ. 3 മാർക്ക് 4 മാർക്കിനൊക്കെ നിങ്ങളിത് വായിച്ചു വെക്കണേ. ദ ഗ്രേറ്റ് ട്രീസ് ദാറ്റ് ഫോൾസ് ഇൻ ദ ഫോറസ്റ്റ് കോസ് ഈവൻ ദ സ്മോൾ തിങ്സ്. ഗ്രേറ്റ് തിങ്സിനെ മാത്രമല്ല സ്മോൾ തിങ്സിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. റീകോയിൽ ഇൻ ടു സൈലൻസ്. ഓക്കെ, നെക്സ്റ്റ് ദ സ്പീക്കേഴ്സ് ഫോക്കസ് ഷിഫ്റ്റ് ഫ്രം എന്താണ് ഹർ യൂസ് ഓഫ് മെറ്റഫർ ടു സ്പീക്കിംഗ് ഡയറക്ട്ലി അബൌട്ട് ഡെത്ത്. ആദ്യത്തെ കുറച്ച് സ്റ്റാൻസയിൽ ഈ മെറ്റഫോറിക്കൽ വേയിലൊക്കെ ഉള്ളൊരു സ്റ്റാൻസസ് ആണ്. പിന്നെ അത് ഡയറക്റ്റ് അബൌട്ട് ഡെത്തിനെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആ രണ്ട് രീതിയിലാണ് പോകുന്നത്. പകുതി വരെ ഒരു രീതിയിൽ പോയിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം. സ്ട്രക്ചറൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമേ. ജസ്റ്റ് ആസ് ദ ഗ്രേറ്റ് ട്രീസ് ദാറ്റ് ഫോൾസ് കോസ് റിംപിൾസ് ഫോർ മൈൽസ്, സോ ദ ഗ്രേറ്റ് സോൾസ് ഡിപ്പാർട്ട്. ഗ്രേറ്റ് സോളിൻ്റെ ഡിപ്പാർട്ടഡ് എങ്ങനെയാണ് ബാക്കി എല്ലാവരെയും അത് എഫക്റ്റ് ചെയ്യുന്നത്, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതൊന്നും ഓർത്ത് വെക്കണേ. അതിൻ്റെ ബാക്കി പോയിന്റുകളെല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വെൻ ലോസ് ഹിറ്റ് ഓഫൻ ദ പേഴ്സൺസ് മെമ്മറീസ് സഡൻലി ഷാർപ്പൻഡ്, അല്ലേ? അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു? സഡൻലി ഷാർപ്പൻഡ് ആവും, ഓരോ മെമ്മറീസും ഷാർപ്പൻഡ് ആവും. ദേ ആർ ഏബിൾ ടു റിമെമ്പർ ദ മൊമെൻറ്റ്സ് സ്പെൻഡ് വിത്ത് ദ വൺ ഹൂ ഹാസ് ബീൻ ലോസ്റ്റ്. ഓക്കെ, ഗ്രേറ്റ് സോൾസ് പോകുമ്പോൾ, അല്ലാത്തവരല്ല. സാധാരണ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു വാല്യൂ തരാത്തവർ പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഗ്രേറ്റ് സോൾസ്, നമുക്ക് വാല്യൂ ജീവിതത്തിൽ തന്നിരിക്കുന്നവർ പോകുമ്പോഴത്തെ കാര്യം. ദ പോം എക്സ്പ്ലെയിൻസ് ദ വേ ദാറ്റ് ലോസ് ക്യാൻ ട്രൂലി ചേഞ്ച് എ പേഴ്സൺസ് റിയാലിറ്റി. ഇപ്പം ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏതാണ്? ഗ്രേറ്റ് സോളിൻ്റെ ഡിപ്പാർട്ടറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ഈ പോയിൻ്റൊക്കെ. പിന്നെ ദിസ് ഈസ് ബിക്കോസ് ദ റിയാലിറ്റി വാസ് ബൗണ്ട് ടു ദീസ് സോൾസ്. അത് ഗ്രേറ്റ് സോൾസ് അവർ കണക്റ്റഡ് ആയവരുടെ കാര്യമാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ കോൾഡ് ഡാർക്ക് കേവിൻ്റെ കാര്യം ഓർത്ത് വെക്കണം. പിന്നെ എങ്ങനെയാണ് എൻഡിങ്, അപ്പോൾ ബിഗിനിങ്ങും എൻഡിങ്ങും ഓർത്ത് വെക്കണം, വിട്ടുപോകരുത്. ദ എൻഡിങ് ഓഫ് ദ പോം ഓഫേഴ്സ് ഗ്രേറ്റ് ഹോപ്പ് ആൻഡ് സോളൻസ് ടു ഓൾ ഹൂ ഹാവ് എക്സ്പീരിയൻസ് ലോസ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ പോയിന്റുകളെല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നമ്മൾ തീംസിലോട്ട് പോവാണ്. തീംസ് ചോദിച്ചാൽ എഴുതണം കേട്ടോ. ഇമ്പാക്റ്റ് ഓഫ് ലോസ്, grief and emotional shock, importance of great souls, transformation through memory. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. Resilience and renewal, legacy and inspiration, ഇൻ്റർകണക്റ്റഡ്നെസ് ഓഫ് ലൈഫ്, എല്ലാ കാര്യങ്ങളും നോക്കി പോകണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോയറ്റിക് ഡിവൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പോയറ്റിക് ഡിവൈസ് ഈ ചാപ്റ്റർ, ഈ ഒരു പോയത്തിലെ ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് ഡിവൈസസ് ആനഫോറ നമ്മൾ ഡിസ്കസ് ചെയ്തോ? ഇല്ല. ഇത്രയും നേരം നമ്മൾ ഇത് നമ്മുടെ 3rd പോമാണ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല. അപ്പം ആനഫോറ എന്ന് പറഞ്ഞാൽ ഒരു റെപ്പറ്റീഷനാണ്. ഓർത്തോണം, ഈ ചാപ്റ്ററിൻ്റെ അകത്ത് കൂടുതൽ റെപ്പറ്റീഷൻസ് വരുന്നുണ്ട്, പല തരത്തിലെ റെപ്പറ്റീഷനാണ്. അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമാണ്. ആനഫോറ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് എ വേർഡ് ഓർ എക്സ്പ്രഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ഫ്രേസസ്. ബിഗിനിങ്ങിൽ, അതായത് പോയത്തിൻ്റെ ഒരു സ്റ്റാൻസിലെ ബിഗിനിങ് എല്ലാ സ്റ്റാൻസയും ബിഗിൻ ചെയ്യുന്നത് ഈ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു വേർഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാം അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ആനഫോറ. ഈ പോയത്തിൻ്റെ അകത്ത് അതുപോലത്തെ ലൈൻസ് ഉണ്ട്. എല്ലാ സ്റ്റാൻസയും, അതായത് ആദ്യത്തെ 2 സ്റ്റാൻസൊക്കെ ബിഗിൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? വെൻ ഗ്രേറ്റ് ട്രീറ്റ്സ് ഫോൾ, വെൻ ഗ്രേറ്റ് സോൾസ് ഡൈ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ലൈൻസ് വരുന്നുണ്ട്. അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ പോയറ്റ് എംഫസൈസ് ചെയ്യുവാണ് ഈ കാര്യങ്ങളെ, അതുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആനഫോറ. അടുത്തത് റെപ്പറ്റീഷൻസ്. ബാക്കി റെപ്പറ്റീഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെയാണ് എപ്പിസ്ട്രോഫി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആനഫോറയുടെ ഓപ്പോസിറ്റായിട്ട് വരും. ആനഫോറ പ്ലീസ് ലിസൺ ഹിയർ. ഓക്കെ, പ്ലീസ് ലിസൺ. ആനഫോറ ബിഗിനിങ്ങിൽ വരുവാണെങ്കിൽ എപ്പിസ്ട്രോഫി എവിടെ വരും? എൻഡ് ഓഫ് സക്സസീവ് ഫ്രേസിലാണ് വരുന്നത്. എക്സാമ്പിൾ, വി ബ്രീത്ത് ബ്രീഫ്ലി അവർ ഐസ് ബ്രീഫ്ലി. കണ്ട് ഈ വേർഡ് ലാസ്റ്റിൽ വന്നിരിക്കുകയാണ്. ബ്രീഫ്ലി വി ബ്രീത്ത് ബ്രീഫ്ലി അവർ ഐസ് ബ്രീഫ്ലി. അത് എന്താണ്? എൻഡ് ഓഫ് സക്സസീവ് ഫ്രേസസിൽ വരുന്നതാണ് എന്ത്? എപ്പിസ്ട്രോഫി. ഓക്കെ, നെക്സ്റ്റ് എപ്പിസ്ട്രോഫി ആനഫോറ നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട്
അത് നമ്മൾ നോക്കാതെ പോവരുതല്ലോ. ഓക്കെ, നമ്മളെല്ലാം നോക്കി പോകുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് പോളിപ്ലോട്ടൺ അതെന്ന് പറഞ്ഞാൽ ഫിഗർ ഓഫ് സ്പീച്ച്. എങ്ങനെയാണ് പോളിപ്ലോട്ടൺ വരുന്നത്? സ്പീച്ച് ദാറ്റ് ഇൻവോൾവ്സ് റെപ്പറ്റീഷൻ ഓഫ് വേർഡ് ഡിറൈവ് ഫ്രം സെയിം റൂട്ട്. എക്സാമ്പിള് ഈ പ്രിഫിക്സും സഫിക്സും എന്താണെന്നറിയാം. അതായത് നമ്മളൊരു വേർഡ്, ഫോർ എക്സാമ്പിൾ എഗ്രി എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മുമ്പിൽ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ഡിസെഗ്രി ആകും അല്ലേ. ഇപ്പോൾ എഗ്രി എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ഡിസ് പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഡിസെഗ്രി വരും. ഓക്കെ, അതുപോലെ തന്നെ സഫിക്സ് നമ്മൾ ചേർത്ത് കുറേ വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഡെവലപ്പിൻ്റെ കൂടെ MENT ഡെവലപ്മെൻറ്റ് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഫോംഡിൻ്റെ മുമ്പിൽ നമ്മൾ ഈ പ്രിഫിക്സ് ചേർത്തു ഇൻഫോംഡ്. അപ്പോൾ ഇതുപോലെ റൂട്ട് വേർഡ്സ് വഴി ഉണ്ടാവുന്ന വേർഡ്സ് നമ്മൾ റെപ്പറ്റീഷനായിട്ട് യൂസ് ചെയ്താൽ, മനസ്സിലായോ? ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് ഇൻവോൾവ്സ് റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് ഡിറൈവ് ഫ്രം സെയിം റൂട്ട്. ഓക്കെ, അവർ മൈൻഡ്സ് ഫോംഡ് ആൻഡ് ഇൻഫോംഡ് ബൈ ദെയർ റേഡിയൻസ് ഫോൾ അവേ. അങ്ങനെ വരുന്നതാണ് പോളിറ്റോട്ടൺ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എപ്പിസ്യൂസിക്സ് എന്ന് പറഞ്ഞാലും റെപ്പറ്റീഷൻ തന്നെയാണ്. ഫ്രേസസ് ഇൻ ഇമ്മീഡിയറ്റ് സക്സഷൻ ടിപ്പിക്കലി വിത്തിൻ സെയിം സെൻറ്റൻസ് ഫോർ എംഫസൈസ്. അതിൻ്റെ മെയിൻ പേർപ്പസ് എംഫസൈസ് ചെയ്യുക. ഇത് ഈ റെപ്പറ്റീഷൻ്റെ എല്ലാ മെയിൻ പേർപ്പസ് എംഫസൈസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദ ലാസ്റ്റ് 3 ലൈൻസിൽ കണ്ടോ, ദേ എക്സിസ്റ്റഡ് റിപ്പീറ്റഡ് ആയിട്ട് ഇമ്മീഡിയറ്റ് സക്സഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, വി ക്യാൻ ബി ആൻഡ് പി, ഇതൊക്കെ എന്തിൻ്റെ എപ്പിസ്യൂസിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് അലിട്രേഷൻ. നമ്മൾ ലാസ്റ്റ് ടു ചാപ്റ്റേഴ്സിലും ഡിസ്കസ് ചെയ്തതാണ്. റെപ്പറ്റീഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്. സോന സംഗ്യ സോങ്സ് സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. വെൻ ഗ്രേറ്റ് ട്രീസ് ഫോൾ ഇൻ ഫോറസ്റ്റ്, സൗണ്ട് ഇൻ ഫോൾ ആൻഡ് ഇൻ ഫോറസ്റ്റ്. ഓക്കെ ആണല്ലോ. അതാണ്, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് 3 മാർക്ക് 4 മാർക്കിന് വരുവാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ മെറ്റഫർ, ഇതിൻ്റെ ടൈറ്റിൽ മെറ്റഫോറിക്കലി ആണ്. അതെന്താണ് കാണിക്കുന്നത്? ട്രീ സിംബലൈസ് ചെയ്യുന്ന കാര്യങ്ങളും, അത് ഗ്രേറ്റ് ട്രീസ് ഫോൾ ചെയ്യുമ്പം ആരെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നു, സ്മോൾ ക്രീച്ചേഴ്സിനെയും എല്ലാം ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കണം. പിന്നെ ഈ ഹ്യൂജ് ആനിമൽസ്, സ്മോൾ ക്രീച്ചേഴ്സിൻ്റെ കാര്യം, അതെങ്ങനെയാണ് റീകോയിൽ ഇൻ ടു ടോട്ടൽ സൈലൻസ്, ആ പോയിന്റ് വിട്ടുപോകരുത്. പിന്നെ എന്താണ് ഫോക്കസ് ഷിഫ്റ്റ്, അതായത് ആദ്യത്തെ 2-3 സ്റ്റാൻസയിൽ മെറ്റഫോറിക് ആണെങ്കിൽ പിന്നെ അത് ഡയറക്റ്റ് അബൌട്ട് ഡെത്തിനെ കുറിച്ച് സംസാരിക്കുന്നതും, പിന്നെ ഗ്രേറ്റ് സോളിൻ്റെയൊക്കെ കാര്യം ഓർത്ത് വെക്കണേ. 4 മാർക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഓർക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും ആ ചാപ്റ്ററിലെ തീംസും എല്ലാം ഓർക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്റർ നമ്മൾ കൺസിഡറബിൾ സ്പെക്ക്. കണ്ടോ, കൺസിഡറബിൾ സ്പെക്ക് ലാസ്റ്റ് ഇയർ വന്നതാണ്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഓക്കെ, കൺസിഡറബിൾ സ്പെക്ക് അതിൻ്റെ ബിഗിനിങ്ങും എൻഡും വന്നാൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ MCQന് നമുക്കിത് അങ്ങനെ വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ദ സ്പീക്കർ വാസ് റൈറ്റിംഗ് സംതിങ് ഓൺ എ ഷീറ്റ്. എന്താണ് അവിടെ കാണുന്നത്? സ്പെക്കും വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ കാര്യമൊക്കെ ഓർക്കണം. ദാറ്റ് മെയ്ഡ് ഹിം തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ സ്പെക്ക് ഓഫ് ഡസ്റ്റ് ബ്ലോൺ ഓവർ ഹിസ് ബ്രെത്ത്. ഈ കാര്യങ്ങളെല്ലാം ഓർക്കണം. നൺ ഓഫ് ദ എബവ് അങ്ങനെയൊക്കെ, ലിവിങ് മൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നിട്ട് നൺ ഓഫ് ദ എബവ് അങ്ങനെയൊക്കെ MCQന് വന്നാൽ ഓർത്തോണേ. പിന്നെ ഒബ്സർവേഷൻ, പുള്ളിക്കാരൻ്റെ ഒബ്സർവേഷൻ, തീംസിലൊക്കെ, അതായത് ഇതിൻ്റെ അകത്ത് തീംസ് ഇത്രയും തന്നിട്ട് ഇതിൻ്റെ അകത്ത് തീംസ് അല്ലാത്തത് അങ്ങനെ വല്ലതും വന്നാൽ. ഓക്കെ, ദിസ് മെയ്ഡ് ദ സ്പീക്കർ റിയലൈസ് ദാറ്റ് എ ടൈനി ഇൻസെക്റ്റ് ഹാഡ് എ മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ, ഇറ്റ് വാസ് ടു സ്മോൾ. ഈ കാര്യങ്ങളെല്ലാം, അതായത് മൈറ്റിൻ്റെ കുറേ ക്യാരക്ടർ സ്കെച്ച് തന്നിട്ട് മൈറ്റിൻ്റെ അല്ലാത്ത എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? പിന്നെ ദ സ്പീക്കർ റിഫ്രെയിൻഡ് ഫ്രം കില്ലിങ് മൈറ്റ്, നോട്ട് ബിക്കോസ് അങ്ങനെ കുറച്ച് ഈ കളക്റ്റിവിസ്റ്റിക് റെജിമെൻറ്റിങ് ലവ്. അപ്പം അതും വേണമെങ്കിൽ നമുക്ക് MCQന് കയറി വരാം. എന്തുകൊണ്ടാണ് അതിനെ വെറുതെ വിട്ടേന്നുള്ള കാര്യത്തിൻ്റെ അകത്തൊക്കെ ഓരോരോ റീസൺസ് തരും. അപ്പം അതും ഫിഗർ ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, പിന്നെ ടെൻഡേർഡ് than thou collectivistic regimenting love has reference to what? To the growth of communism during that time. ആ പോയിന്റ് ഒക്കെ ഓർത്തിരിക്കണം. The speaker went on
to say that since the mite was too small and he did not find anything evil, എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ ഈ മൈറ്റിനെ വെറുതെ കൊല്ലാതെ വിട്ടത് എന്നതിൻ്റെ ആൻസറും ആ കാര്യങ്ങളും പോയിൻറ്റും ഒക്കെ വിട്ടു പോവരുതേ കേട്ടോ. അതായത് ഇത് വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടു പോവരുത്. അതാണ് ഞാൻ നമ്മുടെ മോറൽ ഓഫ് ദ സ്റ്റോറി കേട്ടോ. എല്ലാം നോക്കി പോണേ. പിന്നെ എന്താണ് ദ ഡിസ്പ്ലേ ഓഫ് മൈൻഡ് എങ്ങനെയാണ് ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ, ആ കാര്യങ്ങളും എല്ലാം ഓർക്കണം. നെക്സ്റ്റ് നമ്മൾ തീംസ് പോവാണ്. തീംസ് എന്താണ്? റെസ്പെക്റ്റ് ഫോർ ലൈഫ്, ഇൻ്റലിജൻസ് ഇൻ സ്മോൾ തിങ്സ്, ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി, വാല്യൂ ഓഫ് മൈൻഡ്, റിഫ്ലക്ഷൻ ഓഫ് മോഡേൺ സൊസൈറ്റി. ഇതൊക്കെ ഓർത്ത് വെക്കണം MCQ വന്നാൽ. ഓക്കെ, ഇനി നമ്മൾ പോയറ്റിക് ഡിവൈസ്, ഇതിൻ്റെ അകത്ത് അധികം പോയറ്റിക് ഡിവൈസ് ഒന്നും കണ്ടില്ല, ആകെ ഇതേ കണ്ടുള്ളൂ, ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഇമേജറി വരുന്നുണ്ട്. എ പേപ്പർ ഷീറ്റ്സ് ഓഫ് വൈറ്റ് റേസിങ് വൈഡ്ലി കവേർഡ് ഡൗൺ. അതൊരു വിഷ്വൽ ഇമേജറിയാണ് നമുക്ക് തരുന്നത് അല്ലേ. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വിഷ്വലി അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അലിട്രേഷൻ, റെപ്പറ്റീഷൻ ഓഫ് കൺസേൺ സൗണ്ട്സ്, സോന സംഗ് എ സോങ്സ്, സൗണ്ട് ഈസ് റിപ്പീറ്റഡ്, മൈൻഡ് മൈ സെൽഫ്, sound in this line. Okay ആണല്ലോ. That's the end of this poem. So let's move to the last poem, isn't it? ഇനി പവർ ഓഫ് മ്യൂസിക്കും കൂടെ അല്ലേ ഉള്ളൂ അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? പ്ലീസ് കോമെൻറ്റ്. പവർ ഓഫ് മ്യൂസിക്, ലാസ്റ്റ് പോം. The opening line introduces okay, thank you. The opening line introduces as എന്താണ് മെയിൻ ക്യാരക്ടർ ഓഫ് ദ പോം ആണ് ഭീഷ്മലോചൻ ശർമ്മ. ഓർത്ത് വെച്ചേക്കണം. ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ പുള്ളിക്കാരൻ്റെ അതൊക്കെ വേണമെങ്കിൽ കയറി വരാം. ഓക്കെ, പിന്നെ വോയിസ് ഓർ ലൗഡ് എങ്ങനെയാണ്, പിന്നെ പുള്ളിയുടെ സൗണ്ട് എന്തോരം കേൾക്കാൻ പറ്റും, ഡൽഹി ടു ബർമ, ഇത് നമ്മുടെ MCQ ഓർത്തോണേ. പിന്നെ ഭീഷ്മ മെൻ നോ ഹാം ബട്ട് ഹിസ് സിംഗിങ് വാസ് സോ ലൗഡ് ആൻഡ് ലൗഡ് ദാറ്റ് ഇറ്റ് ലെഫ്റ്റ് എവ്രി വൺ കൺഫ്യൂസ്ഡ് ആൻഡ് ആസ്റ്റോണിഷ്ഡ്. ഓക്കെ, ആ സൗണ്ടിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് എഴുതാം. പിന്നെ അത് എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബുള്ളോ കാർഡ്സ് വെയർ ഓവർ ടേൺ, ഇതൊക്കെ ഫിഗർ ഓഫ് സ്പീച്ചിൽ വരുന്നതാണ്. എന്താണ് ബുള്ളോ കാർഡ്സ് വെയർ ഓവർ ടേൺഡ് ഒന്ന് പറയുമോ? ഒന്ന് മെസ്സേജ് ഇട്ടേ, ഇത് ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് നോക്കട്ടെ. ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ്. എല്ലാവരും പഠിച്ചോ ഇല്ലയോ എന്ന് നോക്കാം, ഇപ്പം അറിയാൻ പറ്റും. ബുള്ളോ കാർഡ്സ് വെയർ ഓവർ ടേൺഡ്, ഇത് ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ്? ഹൈപ്പർബലി. വെരി ഗുഡ്. ഹൈപ്പർബലിയാണ്, എക്സാജറേഷനാണ് ഇവിടെ. ഓക്കെ, ഓൺ ദ റോഡ്സ് ആൻഡ് ദ ഹോഴ്സസ് ടെറിഫൈഡ് ബൈ ദ നോയ്സ് സ്റ്റുഡ് ബൈ ദ റോഡ് സൈഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ദ ഫിഷ് ടു ഡൈവ്ഡ് ഇൻ ടു ഡീപ്സ് ഓഫ് ലേക്സ് ടു എസ്കേപ്പ് ഹിസ് എല്ലാ കാര്യങ്ങളും. ഈ ഫിഷിൻ്റെ കാര്യം, പുള്ളക്കോട്ടിൻ്റെ കാര്യം, ഇതൊക്കെ നമുക്ക് 3 മാർക്ക് 4 മാർക്ക്. പിന്നെ എന്തുകൊണ്ട് ട്രീസിൻ്റെ കാര്യം, ട്രീസിന് എന്ത് പറ്റും, ഷെയ്ക്ക് ആൻഡ് കൊളാപ്സ്, ക്രാഷ്, അതെല്ലാ കാര്യം. അപ്പം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. ബുള്ളോക്കാട്ടിൻ്റെ കാര്യം 3 മാർക്ക് 4 മാർക്ക്. ആർക്കൊക്കെ അത് എഫക്റ്റ് ചെയ്തു? ബുള്ളോക്കാട്ടിൻ്റെ കാര്യം, ഫിഷിൻ്റെ കാര്യം, ട്രീസിൻ്റെ കാര്യം, ഈവൻ ബേർഡ്സിന് എന്ത് പറ്റുന്നു, ഈവൻ ദ ബേർഡ്സ് ഇൻ ദ സ്കൈ ലോസ്റ്റ് കൺട്രോൾ ഓഫ് ദെയർ മൂവ്മെൻറ്റ്, ആ കാര്യങ്ങളും മറന്നുപോലെ. എന്ത് മൂവ്മെൻറ്റ് ആൻഡ് ഫ്ലിപ്ഡ് അപ്സൈഡ് ഡൗൺ, ഇതെല്ലാം ഓർത്ത് വെക്കണം. ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ, മറന്നുപോകല്ലേ. ലോസ്റ്റ് കൺട്രോൾ ഓവർ ദെയർ മൂവ്മെൻറ്റും പിന്നെ ഫ്ലിപ്ഡ് അപ്സൈഡ് ഡൗൺ, ഈ 2 കാര്യവും ബേർഡ്സിൻ്റെ കാര്യം. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ച് പറയുന്നതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ബേർഡ്സ് ഇൻ ദ സ്കൈയുടെ കാര്യം പറയുമ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾ എഴുതണം കേട്ടോ. ലോസ്റ്റ് കൺട്രോൾ ഓഫ് ദെയർ മൂവ്മെൻറ്റ്സ് ആൻഡ് ഫ്ലിപ്ഡ് ഔട്ട്സൈഡ്. അതുപോലെ ട്രീസ് എന്ത് പറ്റുന്നു, ഷേക്ക് ആൻഡ് കൊളാപ്സ് ആൻഡ് ക്രാക്ക്, ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകരുത് കേട്ടോ. പിന്നെ പീപ്പിൾ വൺസ് അഗൈൻ പ്ലീഡഡ്, ഭീഷ്മയോട് പ്ലീഡ് ചെയ്യുന്നതും ഹി വാസ് ടു ലോസ്റ്റ് ഇൻ ഹിസ് മ്യൂസിക്കൽ വേൾഡ്, അവൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നൊക്കെ ഈ ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിത് ഈ ലൈനൊക്കെ എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ഈവൻ ദ സ്കൈ ആൻഡ് ഹെവൻസ് വെപ്റ്റ്, ആ കാര്യങ്ങളും സ്കൈയുടെ കാര്യമൊക്കെ എഴുതുമ്പം ഈ കാര്യങ്ങളൊന്നും മറന്നു പോകല്ലേ. പിന്നെ എന്തോ മൈറ്റി മാഷൻസ് കൊളാപ്സ് ആവുന്നതും, അങ്ങനെ അവസാനം ബില്ലി ഗോട്ട്, കൺക്ലൂഷനിൽ ബില്ലി ഗോട്ടിൻ്റെ കാര്യമാണ് മോർ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുന്നതും. ആൾക്കാർ പ്ലീഡ് ചെയ്തിട്ടും പുള്ളി ഇത് എന്താണ് അത് പുള്ളി നോട്ട് ചെയ്യാതെ പോകുന്നതും, ബില്ലി ഗോട്ട് വരുന്നതും. ദ ഗോഡ് ചാർജ്ഡ് അഗ്രസീവ്ലി അറ്റ് ഭീഷ്മ ബെലോയിങ് ആസ് ലൗഡ്ലി ആസ് ഹിം. ദ
ഗോട്ട് ബെല്ലോഡ് ആൻഡ് ടോസ്ഡ് ഭീഷ്മസ് വയലൻലി. ഈ കാര്യങ്ങൾ, ഈ വേർഡ്സൊക്കെ മറന്നു പോവാതെ ആഡ് ചെയ്യാൻ ഓർക്കണേ. നിങ്ങളുടെ ആൻസറിൽ ആഡ് ചെയ്യണം കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് വരുമ്പോൾ ഗോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ ആ കീ വേർഡ്സ്, കീ പോയിൻറ്റ്സ് നിങ്ങളെപ്പോഴും ഓർക്കുന്നതെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ തപ്പിയെടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഓൾറെഡി അതിനാണ് ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് പറയുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഫൈനലി ഭീഷ്മ ലോചൻ സ്റ്റോപ്ഡ് സിംഗിങ് ആൻഡ് ഗേവ് ദ വേൾഡ് ദ ഗിഫ്റ്റ് ഓഫ് സൈലൻസ്. അപ്പം അതിൻ്റെ എൻഡിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ ഈ പോയിന്റ് പറയാൻ ഓർത്തോണേ കേട്ടോ. നെക്സ്റ്റ് തീംസ് ആണ് ദ ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് ബാഡ് മ്യൂസിക്. തീംസൊക്കെ ഓർത്ത് വെച്ചേക്കണം, ചാൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ സറ്റയർ ഓൺ ടാലൻറ്റ്ലെസ് ആർട്ടിസ്റ്റ്. നെക്സ്റ്റ് എക്സാജറേഷൻ ആൻഡ് അബ്സേർഡിറ്റി. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തീംസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിൻ്റാണ് ഇതൊക്കെ കേട്ടോ. എന്നിട്ട് എക്സാജറേഷൻ വരുന്ന ലൈൻസൊക്കെ നിങ്ങൾക്ക് കോട്ട് ചെയ്യുക ഇവിടെ. പിന്നെ പീപ്പിൾസ് ഹെൽപ്ലെസ്നെസ്സും നേച്ചേഴ്സ് റിയാക്ഷൻ, ഹ്യൂമൻ ആക്ഷൻസ്, ഐറോണിക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുന്നത്, ഹ്യൂമർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. സോ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു ദ പോയറ്റിക് ഡിവൈസസ്. ലാസ്റ്റ് ചാപ്റ്റർ പോയറ്റിക് ഡിവൈസസ് ആണ്. പെർസോണിഫിക്കേഷൻ നമുക്കറിയാം. അട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഇൻഹ്യൂമൻ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ഐഡിയാസിന് അതിന് വരുന്ന എല്ലാ എക്സാമ്പിൾസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈപ്പർബലി, എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. ബുള്ളോക്ക് കട്ട്സ് ആർ ഓവർ ടേൺഡ് എന്നുള്ളത്, ഹോഴ്സസ് ലൈൻ ദ റോഡ് സൈഡ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണേ. മൈറ്റി മാഷൻസ്, ടമ്പിൾ, ഈ പോയിന്റുകൾ, ഈ എക്സാമ്പിൾസ് എല്ലാം നോക്കി പോകണം കേട്ടോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫിഗർ ഓഫ് സ്പീച്ച്, പോയറ്റിക് ഡിവൈസ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും പോയറ്റിക് ഡിവൈസസും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും ഇത് സിമിലിയാണ്, അതുകൊണ്ട് ഇത് ഉത്തരം ആൻസറായിട്ട് വരത്തില്ല, അങ്ങനെ നമുക്ക് നെഗറ്റീവ് അടിച്ച് നെഗ്ലക്റ്റ് ചെയ്ത് ആൻസറിലോട്ട് നമുക്ക് എത്താമല്ലോ. അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ലൈൻസൊക്കെ ഓർത്ത് വെച്ചാൽ. പിന്നെ അലിട്രേഷൻ എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്സ് അല്ലേ. സ്റ്റോപ്പ് യുവർ സിംഗിങ്, സി സൗണ്ട് ഇൻ സ്റ്റോപ്പ് ആൻഡ് സിംഗിങ്. ഓക്കെ, പിന്നെ എല്ലാ പോയിൻറ്റ്സും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൻ്റെയും ഡിസ്കഷൻ ഇത് എന്തിനാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമ്മളിനി പോകുന്നത് നമ്മളുടെ അടുത്ത പോയിൻ്റ് എന്താണ്? കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് പോയി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളൊരു ഐഡിയയ്ക്ക് വേണ്ടിയാണ്. സെൻട്രൽ ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഓഫ് ദ പോം ചോദിച്ചാൽ നിങ്ങൾ അതിനുള്ള പോയിൻറ്റ്സ് ഒന്ന് റെഡിയാക്കി മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. പിന്നെ ഈ ലെസണിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മോറൽ അല്ലെങ്കിൽ എന്ത് സെൻട്രൽ ലെസണാണ് നമ്മൾ പഠിച്ചത്? പോയമാണേലും ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർത്തോണേ. ഇപ്പോൾ ഷോർട്ട് സ്റ്റോറിക്കകത്താണെങ്കിലും നമുക്കത് എഴുതാം, പോയമാണെങ്കിലും മൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ നോക്കി വെക്കണം. പിന്നെ 1 വേർഡ് ഡിസ്ക്രിപ്ഷൻ, കൂടുതലും അത് ഷോർട്ട് സ്റ്റോറിക്കകത്താണ് കണ്ടിട്ടുള്ളത്. 1 വേർഡിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യുക, ആ വേർഡും അത് എന്തുകൊണ്ടാണ് ആ വേർഡ് ചൂസ് ചെയ്യാനുള്ള റീസണും. ഇതെല്ലാം സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പം ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് ആൻസർ കീയിൽ കുട്ടി എന്ത് ഐഡിയോളജിക്കലി കൃത്യമായിട്ട് ഒരു സെൻസിൽ കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തോ എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരമാവധി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ്റെ അകത്തുണ്ടെങ്കിൽ ആ ഓപ്ഷനൊക്കെ എടുത്ത് ബാക്കി നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാൻ ഓർത്തോണേ. പിന്നെ 1 വേർഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ, വേർഡ് എടുത്തിട്ട് അതിൻ്റെ എന്തുകൊണ്ടാണ് ആ വേർഡ് നിങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം, അത് പോയത്തിൻ്റെ അകത്തും അങ്ങനെ വരാം കേട്ടോ. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ബിഗിനിങ് ഓഫ് ദ പോമും ഓർത്ത് വെക്കണം, എൻഡിങ്ങും ഓർത്ത് വെക്കണേ. പിന്നെ സെൻട്രൽ തീംസ് എവിടെയെങ്കിലും ചോദിക്കാം. നമ്മുടെ ജൂലിയസ് സീസറിൻ്റെ അകത്തോ ഷോർട്ട് സ്റ്റോറിക്കകത്തോ പോയത്തിൻ്റെ അകത്തോ ചോദിക്കാം. ഇനി നമ്മൾ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽസ് ആണ്. ഇതിന് വരാൻ സാധ്യതയുള്ള ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേറെ ടൈറ്റിൽസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഹോണ്ടഡ് ഹൗസസ്, ഗ്ലവ് ആൻഡ് ദ ലയൺസ്, വെൻ ഗ്രേറ്റ് ട്രീസ് ഫോൾസ്, കൺസിഡറബിൾ സ്പെക്ക്, ദ പവർ ഓഫ് മ്യൂസിക്. ഓക്കെ, ഇത്രയും ഞാൻ കുറച്ച് ടൈറ്റിൽസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതി പിന്നെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഈ സെയിം ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് ക്ലാസ്സിൽ കയറാം. അപ്പം നിങ്ങൾക്ക് എഴുതി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇത് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ടൈറ്റിൽ കൊടുക്കാം. പിന്നെ ചിലപ്പം അവർ റീസൺ ചോദിച്ചു, ഇതൊക്കെ പോസിബിലിറ്റി മാത്രമാണ്, ചിലപ്പോൾ ചോദിക്കാം. നെക്സ്റ്റ്
നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടോ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളൊന്ന് ശ്രമിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് കണ്ടെയ്ൻ ദ സെയിം ലിറ്റററി ഡിവൈസ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലാസ്റ്റ് ഇയർ തൊട്ടാണ് ഈ MCQയുടെ പാറ്റേൺ ഈ പാറ്റേണായി മാറിയിരിക്കുന്നത്. അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ട്, അതായത് നമുക്കറിയാവുന്ന, നമ്മൾ ഈ 5 പോയത്തിൽ പഠിക്കുന്ന ഒരു 5 പോയത്തിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുവാണ് ഈ ലൈനിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ലിറ്റററി ഡിവൈസ് കണ്ടുപിടിച്ചിട്ട് അതേ ലിറ്റററി ഡിവൈസ് വരുന്ന ബാക്കി ഈ തന്നിരിക്കുന്ന 4 ലൈൻസിലെ കണ്ടുപിടിക്കാൻ പറയും. പക്ഷേ ഈ 4 ലൈൻസ് നമുക്കറിയാത്ത പോയത്തില്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്കൊരു ലൈൻ തരും, അതിൻ്റെ അകത്തെ ലിറ്റററി ഡിവൈസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതേ ലിറ്റററി ഡിവൈസ് വരുന്ന ലൈൻ ഏതാണ്, ഓപ്ഷൻ്റെ അകത്തെ 4 ലൈൻസിലെ അതേ ലിറ്റററി ഡിവൈസ് വരുന്ന ലൈൻ ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ, ഏതാണ് ലൈൻ? ആസ് സൈലൻറ്റ് ആസ് ദ പിക്ചേഴ്സ് ഓൺ ദ വാൾ. നമ്മൾ ഡിസ്കസ് ചെയ്ത ലൈൻ തന്നെയാണ് ഓപ്ഷൻ ഡി. യെസ്, എന്തുകൊണ്ടാണ്, ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് അവിടെ വന്നത്? ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? പ്ലീസ് കോമെൻറ്റ്. ഡി ആണ് ഓപ്ഷൻ. സം ആർ ലൈക്ക് ഫീൽഡ്സ് ഓഫ് സൺലിറ്റ് കോൺ. സിമിലി, വെരി ഗുഡ്. സിമിലി അല്ല, ലൈക്ക് ആസ് വെച്ചിട്ടാണ് ആ ലൈൻ കമ്പയർ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഓൺ എനി ബട്ട് എ പേപ്പർ ഷീറ്റ്സ് ഓഫ് വൈറ്റ്. ഇത് വായിക്കുമ്പം നമുക്ക് മനസ്സിൽ എന്ത് വരും? ഓൺ എനി ബട്ട് എ പേപ്പർ ഷീറ്റ്സ് ഓഫ് വൈറ്റ്. ഓപ്ഷൻ സി, വെരി ഗുഡ്. ഏതാണ്, ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ്? ഫിഗർ ഓഫ് സ്പീച്ച് സി ഓപ്ഷൻ കറക്റ്റാണ്. ഓപ്ഷൻ സി വരാൻ കാരണം ദ വിഷ്വൽ ഇമേജറി, നമുക്കൊരു വിഷ്വൽ ഇമേജറി നമുക്ക് കിട്ടും. ദ ഫിർ ട്രീസ് ഡാർക്ക് ആൻഡ് ഹൈ. അല്ല, അത് നമ്മൾ പോയം വായിക്കുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലയൺസ് റോർ വിത്ത് ഹൊറേറ്റ് ലാഫിംഗ് ജോ. ഇത് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതാണ് ഈ എക്സാമ്പിൾ. ഏതാണ്? ദ ലയൺസ് റോർ വിത്ത് ഹൊറേറ്റ് ലാഫിംഗ് ജോസ്. PPTക്കകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓപ്ഷൻ ബി എന്താണ്, അത് ഏത് പോയറ്റിക് ഡിവൈസ് ആണെന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ കേസ്ഡ് ബേർഡ് സിങ്സ് വിത്ത് എ ഫിയർഫുൾ ത്രിൽ. ഇത് തരുന്നത് എന്താണ്? ഓഡിറ്ററി ഇമേജറി ആണ്, സൗണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്ഷൻ ബി, ദ കേസ്ഡ് ബേർഡ് സിങ്സ് വിത്ത് എ ഫിയർഫുൾ ത്രിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് the options contain the same literary device. ലൈൻ ഏതാണ്? besides the whole school seems so strange and solemn. Besides the whole school seemed so strange and option എനിക്ക് ഏത് ലിറ്റററി ഡിവൈസ് ഏതാണെന്നും കൂടെ പറയണം. നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങൾ ആ ലൈൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്ക്. ബിസൈഡ്സ് ദ ഹോൾ സ്കൂൾ സീം സോ സ്ട്രേഞ്ച് ആൻഡ് അലിട്രേഷൻ. യെസ്, അലിട്രേഷൻ ആണ് അവിടെ വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. തെറ്റിച്ചവരെല്ലാം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. എന്തുകൊണ്ടാണ് നിങ്ങൾ ബി എന്ന് പറഞ്ഞത്? ബി വരാൻ എന്താണ്? അലിട്രേഷൻ. സി കേട്ടോ, ഓപ്ഷൻ സി ആണ്. വൈൽ ഐ നോഡഡ് നിയർലി, ഇൻ നോഡഡ് ആൻഡ് നിയർലി. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഓപ്ഷൻ കുറച്ച് പേര് തെറ്റിച്ച് റോങ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ. അപ്പം ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. അലിട്രേഷൻ ആണ് വന്നിരിക്കുന്നത്. ബിസൈഡ്സ് ദ ഹോൾ സ്കൂൾ സീം സോ സ്ട്രേഞ്ച് ആൻഡ് സോളം. ഇത് പോയത്തിൻ്റെ അകത്തെ ലൈനാണോ? ഇത് ഏത് ചാപ്റ്ററിലെ ലൈനാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ. പഠിച്ചോ ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയാം. ടെക്സ്റ്റ് വായിച്ചോ ഇല്ലയോ എന്ന്. ബിസൈഡ് ദ ഹോൾ സ്കൂൾ സീം സോ സ്ട്രേഞ്ച് ആൻഡ്, ആകെ നമുക്ക് സ്കൂളിൻ്റെ കാര്യം പറഞ്ഞ ഒരേ ഒരു ചാപ്റ്റർ ഉള്ളൂ. ഏതാ? പ്ലീസ് കോമെൻറ്റ്.
ദ ലാസ്റ്റ് ലെസൺ അതിലെയാണ്. അപ്പം ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തേ. ഓക്കെ, ലാസ്റ്റ് ലെസൺ ആണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടെ ഒന്ന് ചെയ്തേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. O world, thou were the forest to this heart, and this indeed, O world, the heart of thee. ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണെന്നും കൂടെ പറയണം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു ലിറ്റററി ഡിവൈസ് ആണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല ഈ ലിറ്റററി ഡിവൈസ്. ആ ലിറ്റററി ഡിവൈസ് ഏതാണെന്നൊന്ന് പറയുമോ? പഠിച്ചോ ഇല്ലയോ എന്ന് ഇപ്പം നിങ്ങളുടെ റിവിഷൻ ആണിത്. അപ്പോൾ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ്, ഏത് ലിറ്റററി ഡിവൈസാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എന്തുകൊണ്ടാണ് എന്നുള്ള ലിറ്റററി പോയറ്റിക് ഡിവൈസാണ് എനിക്ക് കിട്ടേണ്ടത്. അറിയില്ല. ഓക്കെ, പറഞ്ഞു തരട്ടെ. പണ്ണാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് പൺ വന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ സ്ലൈഡാണ് ഇത്. ഓക്കെ, കറക്റ്റ് ആൻസർ. പ്ലീസ് ലിസൺ ഹിയർ. ഓക്കെ, എന്താണ് ലൈൻ്റെ അകത്ത് പണ്ണാണ്. പൺ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? എ പൺ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് പ്ലേസ് ഓൺ വേർഡ്സ് ദാറ്റ് സൗണ്ട്സ് alike ബട്ട് ഹാവ് ഡിഫറെൻറ്റ് മീനിങ്. ഓക്കെ, ഓർ എ സിംഗിൾ വേർഡ് ഹാവിങ് മൾട്ടിപ്പിൾ മീനിങ് ഫോർ ഹ്യൂമറസ് ആൻഡ് തോട്ട്ഫുൾ എഫക്റ്റിന് വേണ്ടിയാണ് അതിൻ്റെ പേർപ്പസ്. അത് പോയറ്റ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ പേർപ്പസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളിൻ്റെ അകത്ത് നോക്ക്. ഹാർട്ട് എ മെയിൽ ഡിയർ ആണ്. ഹാർട്ട് എമോഷണൽ സെൻറ്റർ. അപ്പം ഹാർട്ട് എന്ന് തന്നെയാണ് എന്താണ് ദ സീൻസ് ഹാർട്ട് ആൻഡ് ഹാർട്ട് അല്ലെ. ഹാർട്ട് സൗണ്ട് ദ സെയിം ബട്ട് മീൻ ഡിഫറെൻറ്റ് തിങ്സ്. പ്ലേയിങ് വിത്ത് വേർഡ്സ്. പണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേസ് ഓൺ വേർഡ്സ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഇപ്പം ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും ഫിഗർ ഔട്ട് ചെയ്തേ. അതിൻ്റെ അകത്തെ പണ്ണാണ് ആൻസർ, പോയറ്റിക് ഡിവൈസ്. ഇതിൻ്റെ അകത്ത് ഏതാണ്? ബ്രോക്കൺ പെൻസിൽസ് ആർ പോയിൻറ്റ്ലെസ്. ദിസ് സെൻറ്റൻസ് ഈസ് എ പൺ ബിക്കോസ് പോയിൻറ്റ്ലെസ് മീൻസ് ഹാവിങ് എ പോയിൻറ്റ്. പോയിൻറ്റ്ലെസ് ഓൾസോ മീൻസ് യൂസ്ലെസ് എന്നൊരു മീനിങ്ങും ഇതിന് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ദ വേർഡ് ഹാസ് ടു മീനിങ് ക്രിയേറ്റിംഗ് വേർഡ് പ്ലേ. ഓക്കെ, ഇനിയും നെക്സ്റ്റ് നിങ്ങൾ എന്താണ് ഓക്സിമെറോൺ? എന്താണ് മക്കളെ ഓക്സിമെറോൺ? ഓക്സിമെറോൺ എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ടു ഓപ്പോസിറ്റ് ഓർ കോൺട്രഡിക്ടറി വേർഡ്സ് ആർ. എനിക്ക് ഒരു കമൻറ്റ് വന്നതാണ് ഓക്സിമെറോൺ എന്താണ്. അപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് ഇങ്ങനത്തേത് വന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്സിമെറോൺ എന്ന് പറഞ്ഞാൽ ടു ഓപ്പോസിറ്റ് ഓർ കോൺട്രഡിക്ടറി വേർഡ്സ് ആർ പ്ലേസ്ഡ് ടുഗെദർ. ഫോർ എക്സാമ്പിൾ സ്വീറ്റ് സോറോ, ഓപ്പൺ സീക്രട്ട്. അതായത് ടു ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ്, കോൺട്രഡിക്ടറി ആയിട്ടുള്ള ടു വേർഡ്സിനെ നമ്മൾ എന്തായിട്ട് ടുഗെദർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ ഓക്സിമെറോൺ. ഓക്കെ ആണോ? ഓക്സിമെറോൺ ചോദിച്ച ആളിന് അത് ക്ലിയർ ആയല്ലോ. എക്സാമ്പിൾസ് ആണ് സ്വീറ്റ് സോറോ, ഓപ്പൺ സീക്രട്ട്, അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു സിമിലി പറഞ്ഞു, മെറ്റഫർ പറഞ്ഞു, പെർസോണിഫിക്കേഷൻ പറഞ്ഞു, അലിട്രേഷൻ പറഞ്ഞു, ഹൈപ്പർബലി പറഞ്ഞു, ഐറണി പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഓണമെറ്റോപോയ വന്നാൽ അന്ന് ജസ്റ്റ് ഒന്ന് ഏതാ ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിച്ചത്. ഓക്സിമെറോൺ ആണോ? ഓക്സിമെറോൺ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആൻഡ് ഓക്സിമെറോൺ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ടു ഓപ്പോസിറ്റ് ഓർ കോൺട്രഡിക്ടറി വേർഡ്സ് ആർ പ്ലേസ്ഡ് ടുഗെദർ. ഓക്കെ, നിങ്ങൾ ആ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് സ്വീറ്റ് സോറോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്പോസിറ്റ് ആണല്ലോ. അത് നമ്മൾ അതായത് എന്താണ് വേറെ എക്സാമ്പിളാണ് ഓപ്പൺ സീക്രട്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഓണമെറ്റോപോയ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഹൂസ് സൗണ്ട്സ് മാച്ചസ് വിത്ത് ഇറ്റ്സ് സെൻസ്. കുക്കു, ഹിസ്സിങ്, അതൊക്കെ ഓണമെറ്റോപോയയുടെ എക്സാമ്പിൾസ് ആണ്. ക്യാറ്റ് ഗോസ് മിയാവ്, കുക്കു, ക്രാക്ക്, ഈ വേർഡ്സ് എല്ലാം ഇതിൻ്റെ എക്സാമ്പിളാണ്. ബേർഡ്സ് ഗോസ്, ട്വിറ്റ് എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ എന്താണ് എക്സാമ്പിൾസ്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ?
ഡൗട്ട്സ് ചോദിക്കുക. അല്യൂഷൻ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റെഫറിങ് ടു സം പേഴ്സൺ. അത് ബിബ്ലിക്കൽ എലമെൻ്റ് ഒക്കെ ഒരു റെഫറൻസ് കൊണ്ടുവരിക. ഹിസ്റ്ററിക്കകത്തുനിന്ന് കൾച്ചറോ റിലീജിയൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും റെഫറൻസ് പോയറ്റിൻ്റെ അകത്ത് പറയുന്നുണ്ടെങ്കിൽ അതാണ് അല്യൂഷൻ കേട്ടോ. പിന്നെ എന്തെങ്കിലും സിമ്പിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീ സിമ്പിളൈസ് ചെയ്യുന്നത് എന്തെന്ന് നമ്മൾ പഠിച്ചില്ലേ, അതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. എനി അതർ ഡിഫറൻസ് ഡൗട്ട്സ്? നിങ്ങൾ ഡിഫറൻസ് ചോദിച്ചത് ഓക്സിമെറോണും പാരഡോക്സും ആണോ? ടു ഓപ്പോസിറ്റ് വേർഡ്സ് പ്ലേസ് ടുഗദർ ആണ് ഓക്സിമെറോൺ. കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഐഡിയാസ് വരുന്നതാണ് പാരഡോക്സ്. ഓക്കെ, ടു ഓപ്പോസിറ്റ് വേർഡ്സ് യൂസ് ചെയ്യുന്നതാണ്. സ്വീറ്റ് സോറോ എക്സാമ്പിളാണ് സ്വീറ്റ് സോറോ ഓക്സിമെറോൻ്റെ. പാരഡോക്സിൻ്റെ എക്സാമ്പിൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സീംസ് കോൺട്രഡിക്ടറി ബട്ട് കണ്ടെയ്ൻസ് എ ഹിഡൻ ട്രൂത്ത് കാണും. ഓക്കെ, ദ ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ, അതാണ് പാരഡോക്സിൻ്റെ എക്സാമ്പിൾ. സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് കോൺട്രഡിക്ടറി ബട്ട് കണ്ടെയ്ൻസ് എ ഹിഡൻ ട്രൂത്ത് കാണും, അതാണ് പാരഡോക്സ്. പിന്നെന്താ മക്കളെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അലിട്രേഷൻ അസൊണൻസും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അസൊണൻസ്, അല്യൂഷൻ. നമുക്ക് അല്യൂഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാഞ്ഞ്. ഞാൻ ജസ്റ്റ് പോയറ്റ് ഡിവൈസ് അല്ല ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. കൺഫ്യൂസ്ഡ് ആവേണ്ട, ടെൻഷൻ ആവേണ്ട. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഡെഫിനിഷൻ പറയാമേ. ഇറ്റ് റെഫറൻസ് ടു മിത്തോളജി, ലിറ്ററേച്ചർ, ഹിസ്റ്ററി, കൾച്ചർ, റിലീജിയൻ. ഇതിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്കൊരു റെഫറൻസ് തരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ആം ജൂലിയറ്റ് ടു യുവർ റോമിയോ. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന പ്ലേക്കകത്തുനിന്ന് ഈ ലൈൻ കോട്ട് ചെയ്തിട്ട് അതൊരു പോയത്തിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്രിസ്ത്യാനിറ്റി, ജീസസ്, അങ്ങനത്തെ ക്രൂസിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പോയത്തിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് അല്യൂഷനാണ്. മനസ്സിലാവും? ഇത് കേട്ടാരും ടെൻഷനൊന്നും ആവുമൊന്നും വേണ്ട. നമ്മുടെ പോയത്തിൻ്റെ അകത്ത് അല്യൂഷൻ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യാം, കാണുവാണെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം. ഓക്കെ, പിന്നെ അസൊണൻസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അസൊണൻസ് എന്താണ്? ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് സെയിം വവൽ സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. നമ്മൾ അസൊണൻസ് ഒക്കെ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ 5 പോയത്തിൻ്റെ അകത്ത് അസൊണൻസ് വന്നിട്ടുണ്ട് കേട്ടോ. വിട്ടുപോവല്ലേ, അസൊണൻസ് ആരോ ചോദിച്ചു, ആ ആൾ ഒന്ന് ഈ 5 ആ PPT എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഈ ക്ലാസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ ആണല്ലോ. ഓണമറ്റോപോയ എന്ന് പറഞ്ഞാൽ എ വേർഡ് ഹൂസ് സൗണ്ട്സ് മാച്ചസ് വിത്ത് ഇറ്റ്സ് സെൻസസ്. ഫോർ എക്സാമ്പിൾ ഹിസ്സിങ് സൗണ്ട്, ക്യാറ്റ് ദാറ്റ് മിയാവ്സ്. മിയാവു എന്ന് പറയുന്ന വേർഡ്, ആ വേർഡും അതിൻ്റെ മീനിങ്ങും ഇത് ചെയ്യുന്നുണ്ട്, സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുക്കു, അതിൻ്റെ കുക്കു, ഇറ്റ്സ് കൂയിങ്, കുക്കു, അതിൻ്റെ സൗണ്ടും അതിൻ്റെ മീനിങ്ങും അത് മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. So that's the end of today's class. If you found this session helpful, please share this with your friends. I will be uploading this live session on my YouTube channel. Do try to watch my other videos. Tomorrow we are going to deal with the short story and its expected questions and things. So once again, thank you. All the best. Bye.